ഇനി എങ്ങനെയെങ്കിലും നമ്മൾ അർജുനെ തിരികെ പിടിക്കുകയാണ് വേണ്ടത്. അതിനുള്ള 3 സാധ്യതകൾ മാത്രമാണുള്ളത്. ഒന്ന്, സാധ്യത നമ്പർ 1, ഇപ്പോൾ ഇടതുഭാഗത്ത്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ റോഡിൻ്റെ ഇടതുഭാഗമാണ് അർജുൻ്റെ വാഹനം കിടക്കുന്നത്. ആ ഇടതുഭാഗത്ത് ഏകദേശം 15 മീറ്ററോളം, ഈ പ്രേക്ഷകർക്ക് ഞാൻ ആ ദൂരമൊന്ന് ഏകദേശം കാണിച്ചു തരാം. ഇതാണ് റോഡ് അവസാനിക്കുന്നതെങ്കിൽ ഈ റോഡ് കഴിഞ്ഞ് ഏകദേശം ഒരു 10 മീറ്ററോളം ദൂരത്തിലൊരു ചെറിയ ഇതേപോലെ ഒരു ഭാഗമാണ് അവിടെയും ഉണ്ടായിരുന്നത്, ആ ലക്ഷ്മണൻ്റെ ധാബയുടെ അടുത്തുണ്ടായിരുന്നത്. ഇത്രയും വിസ്തീർണത്തിൽ ഒരു പ്രദേശമുണ്ട്. അപ്പോൾ ഇവിടെയാണ് സാധാരണ വാഹനങ്ങൾ റോഡിൽ നിന്നും മാറ്റി വലിയ ട്രക്കുകൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും. ട്രക്കുകൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് പുറകിൽ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയുണ്ട്. വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ടാവും. അവിടെ പോയി കുളിക്കുകയോ വേണമെങ്കിൽ കാല് നനയ്ക്കുകയോ ഒക്കെ ചെയ്യാം. തൊട്ട് താഴെ പുഴയാണ്. നേരെ ഓപ്പോസിറ്റ് ലക്ഷ്മണൻ്റെ ധാബയുമാണ്. അപ്പോൾ ഇവിടെയാണ്, ഈ ഭാഗത്താണ് വണ്ടി കൊണ്ടിട്ടിരുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ചെങ്കുത്തായ മണ്ണിടിഞ്ഞ് ഇതിന് പുറത്തേക്ക് വീഴുകയും, ആ വീഴുമ്പോൾ ഇതിന് മുകളിൽ വീണിട്ടുണ്ടെങ്കിൽ വണ്ടി ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ ഇവിടേക്ക് ഇനി മണ്ണ് മാന്തി എത്താൻ ഏകദേശം ഒരു 10 മീറ്ററോളം ദൂരമുണ്ട്. ഏകദേശം 12 അടിയോളം ഉയരത്തിലുള്ള മണ്ണ് നീക്കം ചെയ്യണം. ആ പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനകത്തുള്ള റിസ്ക് എന്ന് പറയുന്നത് മലയടിവാരത്തിൽ കിടക്കുന്ന മണ്ണാണ്. ആ മണ്ണ് അങ്ങനെ അത്ര വേഗം നീക്കം ചെയ്ത് മാറ്റുക സാധ്യമല്ല. കാരണം മണ്ണ് മുകളിൽ നിന്ന് ഇടിയാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ആദ്യം ഈ റോഡിൽ കിടന്ന മണ്ണ് നീക്കം ചെയ്തു. അതിനുശേഷം GPS റഡാർ നേരത്തെ സിഗ്നൽ തന്ന, തെറ്റായ സിഗ്നൽ തന്ന പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്തു. അതിനുശേഷം GPS സിഗ്നൽ ഈ വാഹനത്തിൽ നിന്ന് കിട്ടിയെന്ന് കരുതപ്പെടുന്ന പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്തു. അവിടെയും അത് കണ്ടില്ല. പിന്നീട് ദൃക്സാക്ഷികൾ വിവരിച്ചതനുസരിച്ച് മലയടിവാരത്തിൽ ലക്ഷ്മണന്റെ കടയുടെ ഓപ്പോസിറ്റ് കുറച്ച് മുന്നോട്ട് മാറി ഈ ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്തിരുന്ന ഭാഗത്തുള്ള മണ്ണുകൂടി ഇപ്പോൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ നീക്കം ചെയ്യൽ പ്രക്രിയ ഇന്ന് ഉച്ചയോടുകൂടി ഒരു പകുതിയോളം എത്തിയാൽ 30 അടി നീളമുണ്ട് ലോറിക്ക് എന്നത് ആലോചിക്കണം. ഏകദേശം ഒരു 10-12 അടിയോളം വീതിയുമുണ്ട് വാഹനത്തിന്. നിറയെ 300-ലധികം ചെറിയ തടിക്കഷ്ണങ്ങൾ, അക്കേഷ്യ തടിക്കഷ്ണങ്ങൾ കയറ്റിയ വാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 5 മീറ്റർ കൂടി ഉള്ളിലേക്ക് ഈ മണ്ണുമാന്തി യന്ത്രത്തിന് പോകാൻ സാധിച്ചാൽ, മണ്ണ് എടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ സാധിക്കും. ഒരു 2-3 മണിക്കൂറിനുള്ളിൽ നമുക്ക് ആ വിവരം കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറുഭാഗത്ത് ഗംഗാവാലി പുഴയാണ്. ആ ഗംഗാവാലി പുഴയിൽ സ്കൂബ വിഭാഗം, നേവിയുടെ സ്കൂബ വിഭാഗവും NDRFിൻ്റെയും തെരച്ചിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഉപരിതലത്തിൽ ഒന്നും നമുക്ക് കാണാനില്ല. മണ്ണടിഞ്ഞുകൂടി കിടക്കുന്നത് കാണാം. ഇന്നലെ ഒരു പ്രേക്ഷകൻ എനിക്കൊരു മെസ്സേജ് അയച്ചത്, ആ ഗംഗാവാലിയുടെ നദിയുടെ മധ്യത്തിൽ കിടക്കുന്ന മണ്ണൊരു വലിയ കുമ്പാരം പോലെ മണ്ണ് കിടപ്പുണ്ട്. ആ മണ്ണിൻ്റെ അടിയിൽ ഒരു പക്ഷേ ഈ ലോറി ഉൾപ്പെട്ടിട്ടുണ്ടാകുമോ നമുക്കറിയില്ല. സോണാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നുണ്ട് നേവി. ആ സോണാർ സംവിധാനത്തിൽ ഇതുവരെ സിഗ്നലുകളൊന്നും കിട്ടിയിട്ടില്ല. 30ഓളം അടി വലിപ്പമുള്ള ഒരു വലിയ ട്രക്കാണ്. അതിൻ്റെ ലോഹഭാഗങ്ങൾ താഴെയുണ്ടെങ്കിൽ നേവിയുടെ സോണാർ മെഷീനിൽ അതിൻ്റെ സിഗ്നലുകൾ കിട്ടേണ്ടതുമാണ്. നിലവിൽ നേവി സോണാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗംഗാവാലിയിലും കരയിൽ 4 മീറ്ററോളം വലുപ്പത്തിലുള്ള റഡാർ ഉപയോഗിച്ചുള്ള തെരച്ചിലുമാണ് നടത്തിയത്. 15 മീറ്ററോളം താഴെയുള്ള വസ്തുക്കളെ കണ്ടെത്താൻ ശേഷിയുള്ള ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആർമിയുടെ ഇനി തെരച്ചിലുണ്ടാവാൻ പോകുന്നത്. ആ തെരച്ചിൽ കൂടി നടക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുക. ഇന്ന് 7ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. 146-ാം മണിക്കൂറിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ തെരച്ചിൽ നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ എല്ലാവരും ഉണ്ട്. രാവിലെ 7 മണി മുതൽ 8:15 മണി വരെ നമ്മൾ ആ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. കാര്യമായ ഇന്ന് രക്ഷാപ്രവർത്തനമോ മണ്ണിടിച്ചിലോ ആ സമയത്ത് ആരംഭിച്ചിട്ടില്ല. പല വാഹനങ്ങളും പണിമുടക്കി കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പല വാഹനങ്ങളുടെയും ഗിയർ ബോക്സ് കംപ്ലൈൻ്റായി. ഇവിടെയുള്ള പല JCBയുടെയും നട്ടും ബോൾട്ടും ഒക്കെ ഇളവിപ്പോയത് നമ്മൾ കണ്ടു. അതൊന്നും വളരെ വേഗത്തിൽ റീപ്ലേസ് ചെയ്യാനും കൂടുതൽ വാഹനങ്ങൾ എത്തിക്കാനും ഒക്കെ ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഇപ്പോഴും ജില്ലാ അധികാരികളല്ല ഈ രക്ഷാദൗത്യത്തെ ഏകോപിപ്പിക്കുന്നത്. ആർമിയും നേവിയും മലയാളിയായ രഞ്ജിത്ത് ഇസ്രായേലിയുടെയും നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. എടുത്തു പറയേണ്ടത് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന കൂരാച്ച്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആകാശ ദൃശ്യങ്ങളാണ്. ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്നും റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഏരിയൽ വിഷ്വൽസാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. ചെറിയ രീതിയിലുള്ള മണ്ണുമാറ്റൽ അവിടെ നടക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അവിടെ NDRFിൻ്റെയും SDRFിൻ്റെയും സംഘവും ആർമിയുടെ സംഘവും അവിടെയുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഇറങ്ങി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ മണ്ണ് അവിടെ നിന്നും മാറ്റേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ TVയിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് പുലർച്ചെ 7 മണി മുതൽ നമ്മൾ സംഭവ സ്ഥലത്ത് നിന്ന് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നു. 144-ാം മണിക്കൂറിലേക്ക് നമ്മൾ കടക്കുന്നു. നമ്മുടെ റിപ്പോർട്ടിംഗ് 72 മണിക്കൂർ പിന്നിടുകയാണ്. ഈ സംഭവമുണ്ടായി നമ്മളും ഈ സ്ഥലത്തേക്ക് ഉടൻ പാഞ്ഞെത്തുകയായിരുന്നു. അതിനുശേഷം തുടർച്ചയായി വിവിധ ആളുകളുടെ പ്രതികരണങ്ങൾ, അവരുടെ സാക്ഷിമൊഴികൾ, ഇതെല്ലാം ഈ തെരച്ചിലിനും സഹായിച്ചിട്ടുണ്ട്. നമുക്ക് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് തന്നെ ഇപ്പോൾ മലയടിവാരത്തിന് താഴെയുള്ള പ്രദേശത്ത് ആ ട്രക്ക് പാർക്ക് ചെയ്തുള്ളിടത്താണ് തെരച്ചിൽ നടക്കുന്നത്. ഇനി ഒരു 5 മീറ്ററോളം ഉള്ളിലേക്ക് പോകേണ്ടതുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി ഇപ്പോൾ ഒന്ന് മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ പുലർച്ചെ പ്രേക്ഷകർ കണ്ടതാണ്
7 മണിക്ക് നമ്മൾ ഈ വാർത്താപ്രഭാത പരിപാടി ആരംഭിക്കുന്ന സമയത്ത് വലിയ മഴയായിരുന്നു. ആ മഴ കനത്ത മഴയായിരുന്നു. ഒരു വണ്ടിക്ക് പോലും മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മഴ പെയ്തു. ഏകദേശം 45 മിനിറ്റിൽ മഴ പെയ്തു തോന്നുന്നു. ഇപ്പോൾ മഴ തോന്നി നിൽക്കുന്നു. ചെറിയ സൂര്യപ്രകാശം അല്പസമയം മുമ്പ് കണ്ടു. വീണ്ടും മാനമിരുളുന്നു. വളരെ പെട്ടെന്നാണ് കാലാവസ്ഥ മാറുന്നത്. നമ്മുടെ പ്രതീക്ഷകൾക്ക് ജീവൻ വയ്ക്കുന്നതും പ്രതീക്ഷ അസ്തമിക്കുന്നതും പോലെ ഈ സൂര്യപ്രകാശവും വരുന്നത് നൊടിയിടയിൽ വന്നു പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്.